ഇവിടുത്തെ റോഡുകളൊക്കെ എങ്ങനെയാണ് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ സീബ്ര ലൈനിൽ ആൾ കയറി നിന്നാലും വണ്ടി ഓണടിച്ച് പേടിപ്പിച്ചിട്ട് നമ്മളെ അതിൻ്റെ അകത്ത് മാറ്റുകയാണ് ചെയ്യുക. പക്ഷെ ഇവിടെ ഇവിടെ ഒരു ട്രാഫിക്കിന് ഒരാൾ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആളില്ലെങ്കിലും സീബ്ര ലൈനിൽ ഒരാൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സ്പീഡിൽ വരുന്ന വണ്ടിയും അവിടെ സീബ്ര ലൈനിൻ്റെ അപ്പുറത്തൊരു വരണ്ട്, അവിടെ അവർ കറക്റ്റ് നിർത്തി തരും. പെഡസ്ട്രിയന് പോയതിന് ശേഷമേ അവരവിടെ നിന്ന് വണ്ടി എടുക്കുകയുള്ളൂ. ഇത് നല്ല സംസ്കാരമാണ്, ട്രാഫിക് സംസ്കാരമാണ്. ഒരു ശരിയായുള്ള രീതിയിലുള്ളൊരു ഡ്രൈവിംഗ് സംസ്കാരം കൊണ്ടുവരണമെങ്കിൽ നമ്മളിനി കുറേ മുന്നോട്ട് പോകണം. നമ്മളിപ്പോൾ പുതിയ ഗോൾഡ് സൂക്കിൻ്റെ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് പരിചിതമായിട്ടുള്ള പല ഷോറൂമുകളും ഉണ്ട്. കല്യാണ, മലബാർ, ജോയി ആലുക്കാസ് എല്ലാം ഈ ഭാഗത്താണുള്ളത്. നല്ല വൃത്തിയുള്ള രീതി, നല്ല രീതിയിലാണ് ഇതൊക്കെ ഭംഗി ആയിട്ട് കെട്ടിടങ്ങൾ രൂപകൽപ്പിച്ചിട്ടുള്ളത്. ഇവിടെയാണ് എനിക്കൊരു അത്ഭുതം കണ്ടത്. പുതിയ ഗോൾഡ് സൂക്കിൽ ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് ലക്കി ഡ്രോ ഉണ്ട്. അതിൽ കൊടുക്കാൻ വെച്ചിട്ടുള്ള സമ്മാനം ആ ദൂരെ കാണും. എന്താ മനസ്സിലായത് നിങ്ങൾക്ക്? നല്ല പോലെ നോക്കി നോക്കിയാൽ അത് ഗോൾഡ് സൂക്കൊന്ന് വാങ്ങുമ്പം ആ സമ്മാനം കിട്ടില്ല. ഇതാണ് സമ്മാനം. 24 കാരറ്റിൻ്റെ സ്വർണ്ണമാണിത്. ആ ബോഡി കംപ്ലീറ്റ് സ്വർണ്ണമാണ്. തനി തങ്കം എന്ന് പറയില്ലേ, അതാ. അതും ടെസ്ലയുടെ സൈബർ ട്രക്ക്. കോടിക്കണക്കിനൊക്കെ വില വരുന്ന സാധനം കേട്ടോ. പിന്നെ ഇതേപോലത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ റോട്ടിലൊക്കെ മറ്റേ ഇറക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ചുരണ്ടി പോകും. സ്വർണ്ണം അത് വേറെ കാര്യം. നല്ല രസമുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള കാറാണ്. പെട്ടെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ ഒരു കാറാണെന്നുള്ളൊരു തോന്നൽ വരെ വരും. സൈബർ ട്രക്കിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. ഒരു ഷാർപ്പ് കട്ടിങ്ങൾ ഉള്ള ഡിസൈനാണ്. അടിപൊളി. അത് ഗോൾഡ് വാങ്ങിയ സമ്മാനം കിട്ടാറുള്ള മാസ്കിൻ്റെ അത് ഗോൾഡ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദേറ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.